1 മണി വരെ 2 മണിയായിട്ട് മുകേഷ് എന്നെ വിളിച്ചു. അതെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു മെസ്സേജ് എങ്കിലും അയക്കണം. ഞാനവിടെ ഇരിക്കല്ലേ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇരിക്കുകയാണ്. നമസ്കാരം. നടൻ മുകേഷിനെ കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് സ്ത്രീ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങളിൽ ചെന്നുപെട്ട ഒരു നടനാണ് ഈ പറയുന്ന നടൻ മുകേഷ്. മുകേഷിന്റെ ജീവിതം നോക്കി കഴിഞ്ഞാൽ സ്ത്രീകളെ കൊണ്ടുള്ള ഒരു പ്രളയമാണ് മുകേഷിന്റെ ജീവിതത്തിൽ നടന്നിരിക്കുന്നത്. ഏറ്റവും അവസാനമായി പറയുകയാണെങ്കിൽ മറ്റേ മീനു മുനീറുമായിട്ടുള്ള വിഷയം, അതുമായിട്ടുള്ള കുറെ വിവാദങ്ങളായി ഇപ്പോൾ അതിന്റെ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ ഈ ക്രൈം എന്ന് പറയുന്ന ചാനൽ, അത് ക്രൈം നന്ദകുമാർ തന്റെ ചാനൽ വഴി ഒരാഴ്ചയായിട്ട് ഒന്നെങ്കിൽ 1-2 ആഴ്ചയായിട്ട് മുകേഷും അശ്വതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ടുള്ള കുൽസിത ഫോൺ കോളുകൾ ഓരോ ഭാഗമായിട്ട് പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെയും പുള്ളി അതിന്റെ കുറച്ച് ഭാഗങ്ങൾ പുറത്തു വിട്ടു. അപ്പൊ ഞാൻ ഈ 3 ഭാഗങ്ങളോട് ഒരുമിച്ച് ചേർത്തുകൊണ്ട് ആ ഒരു വോയിസ് നിങ്ങൾക്ക് ഇതിന്റെ അപ്പുറം കൊടുക്കാം. ഇനി അശ്വതി ആരെന്ന് അറിയാൻ പാടില്ലെങ്കിൽ, പണ്ടത്തെ കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോൺ കോൾ ഭയങ്കര വൈറലായി. ആ ഫോൺ കോളും ഞാൻ ഇവിടെ കൊടുക്കാം. ആദ്യം നിങ്ങൾ ഈ പറയുന്ന ഒരു ഫോൺ കോൾ നിങ്ങൾ ആദ്യം മൊത്തത്തിൽ കേൾക്കുക. ഒരു 3-4 മിനിറ്റ് ഉണ്ട്, മൊത്തത്തിൽ കേൾക്കുക. അതിനുശേഷം ഈ അശ്വതിയെ കുറിച്ച് സംസാരിക്കാം. പിന്നെ അതിനുശേഷം നമുക്ക് ഈ പറയുന്ന കടകംപള്ളി സുരേന്ദ്രനുമായിട്ട് സംസാരിച്ച വോയിസും നമുക്ക് കേൾക്കാം. ഹലോ, മുകേഷ് ഇന്നലെ രാത്രി വലിയ വിളിക്കുക, അങ്ങനെ ഞാൻ ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ വേണ്ടിയുള്ള സമയം ആയില്ല. ഇന്നലെ രാത്രി വിളിച്ച ആ സമയത്ത് ഞാൻ ഉറങ്ങിയായിരുന്നു. ഇപ്പോഴും എവിടെ? ഹലോ, ഞാൻ ഇവിടെ ഉണ്ട്. അപ്പൊ ഞാൻ ഇതിനകത്ത് വരട്ടെ? ഇത് എന്നടുത്ത് ഇപ്പുണ്ട്. ഹലോ, ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ ഞാൻ ഓഫീസില്. ഉച്ചയ്ക്ക് ഇറങ്ങാൻ പറ്റുമോ? ഉച്ചയ്ക്ക് ഇറങ്ങുന്ന കാര്യം പാടാണ്. ഞാൻ വിളിക്കുമ്പോഴേ ഇത് ഫ്രീ രാവിലെ വിളിച്ചിട്ട് ഉച്ചയ്ക്ക് ഇറങ്ങാമെന്ന് വെച്ചാൽ ഞാൻ എന്തോ ചെയ്യുമെന്ന് പറയാം. ഇന്നലെ എന്തെങ്കിലും പറഞ്ഞാലും ഞാൻ എന്തെങ്കിലും പറയാമായിരുന്നു. വൈകുന്നേരം ആവില്ലേ? 5:15 കഴിയാറാണ്. 5:15 ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഇന്നൊരു ദിവസമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇവിടെ ആളില്ലാത്തത്. ഇവിടെ ഉണ്ടെങ്കിൽ 5:15 കഴിഞ്ഞ് വിളിക്കാം, അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ആവട്ടെ കേട്ടോ. ഹലോ, നീ എന്താ പിന്നെ എടുക്കാത്തത്? മുകേഷ് ചേട്ടാ പിന്നെ എന്നെ വിളിച്ചില്ലായിരുന്നല്ലോ. ഞാൻ വന്നേ, എന്നെ 2 മണിയായിട്ട് 3 മണിയായിട്ട് എനിക്ക് കോള് വന്നില്ല. ഞാൻ അങ്ങനെ ഇങ്ങോട്ട് പോരുന്നേ. എന്നോട് പറഞ്ഞു വേറെന്തോ ജോലിയൊക്കെ ഉണ്ടെന്നല്ലോ. അത് ഭയങ്കര അവിടെ അല്ലല്ല, ഈ പറയുന്നത് ഭയങ്കര പരിഗണയാണ് കേട്ടോ. ഞാൻ പറയുന്നത് പിന്നെ അല്ലാതെ ഇതുവരെ 1 മണിയായിട്ട് 11 മണിയങ്ങാണ്ട് കഴിയുമ്പോ മുകേഷ് ചേട്ടാ ഫ്രീ ആവൂന്ന് പറഞ്ഞു. എന്നെ പിന്നെ വിളിച്ചില്ല. അതെ, 11 മണിക്ക് വരുത്തുള്ളൂ. ഉച്ചക്കാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മള് ഇച്ചിരി സെക്രട്ടേറിയറ്റിലൊക്കെയാണ്, കണ്ടെയ്ൻമെന്റ് ആണ്, പല ഓഫീസിലും ആളില്ലാത്തത് കൊണ്ടൊക്കെ അവിടെ നിന്ന് എനിക്ക് 1 മണിയായിട്ട് ഒന്നും കോള് വന്നില്ല, 2 മണിയായിട്ട് കോള് വന്നില്ല. വിളിക്കണം. പിന്നെ ഞാൻ പോയിക്കോട്ടെ എന്നെങ്കിലും ചോദിക്കണ്ടേ? അപ്പൊ ഞാൻ പറയത്തില്ല, ഞാൻ ഈ തീരാത്ത പണി ഓടിപ്പടച്ചാണ്. ഇല്ല, ഞാനിപ്പോ തിരിച്ചു വരും. ഒരു അരമണിക്കൂറിനുള്ളിൽ ഞാനിപ്പോ തിരിച്ചു വരും. ഞാനങ്ങ് മറ്റേത് അത് ഒരാൾക്ക് എന്നാലും ഭയങ്കര രസമായി കേട്ടോ. ഞാനീ എന്തെല്ലാം പരിപാടികളും എല്ലാം ഞാൻ അവരെ കാല് പിടിക്കുന്ന, നിന്റെ അടുത്തൊരു വാക്ക് പറഞ്ഞോണ്ട് കാല് പിടിച്ചിട്ടാണ് ഇപ്പൊ തീർത്തത്. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. ഞാനും ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഞാൻ ആ ബജാജിന്റെ ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ നേരെ ഇതിന്റെ ഇങ്ങോട്ടാണ് ഞാൻ നേരെ വരുന്നത്. അതെ, അപ്പൊ നീ അത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മള് ആ സമാധാനമായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ ചെയ്തതായിരുന്നു. ഇതിപ്പം എന്നതല്ല, കൺസർവേഷന്റെ കുറവുണ്ട്. നമ്മളെ ഒരു ഡ്യൂട്ടിയായിട്ട് കണക്കാക്കുന്നു. ഞാൻ വാക്കായിട്ട് അപ്പൊ അതൊക്കെ നമ്മൾ വിശ്വസിക്കത്തില്ലേ ഇതിന്റെ വരുമ്പോ. ഇല്ലില്ല, അതൊക്കെ നീ എന്താ അങ്ങനെ ഒരു ഭയങ്കര വില കുറഞ്ഞ് നമ്മളെ കണ്ടു.
ഒരിക്കലും അല്ല മുകേഷേട്ടാ, സത്യമായിട്ടും അങ്ങനെ അത് ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമില്ലേ, അതൊക്കെ കൊടുക്കുന്ന വലിയ ഫ്രണ്ട്ഷിപ്പാകുന്നു. ഞാൻ 1 മണി വരെ 2 മണിയായിട്ട് മുകേഷ് എന്നെ വിളിച്ചു. അതെ, അപ്പൊ എന്താ ചെയ്യേണ്ടത്? ഒരു മെസ്സേജ് എങ്കിലും അയക്കണം. ഞാനവിടെ ഇരിക്കല്ലേ, ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ ഇരിക്കുകയാണ്. ഓരോ ഫയലെടുത്ത് സെക്രട്ടറിമാരെ വീട്ടിൽ പോകുന്നു, ക്വാറന്റൈനിലുള്ള അവിടെ ഒപ്പിടിച്ച് തിരിച്ചു വന്ന് നാളത്തെ ക്യാബിനറ്റിൽ വെക്കണം നിർബന്ധമായിട്ടും എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ്. അപ്പം ഒരു മെസ്സേജ് വന്നിരുന്നെങ്കിലും ഞാൻ ഇങ്ങനെ പോവാൻ, അപ്പൊ ഇത്ര മണിക്ക് എല്ലാം. ഇതിപ്പോ ഞാൻ വിചാരിക്കുന്നത് പാവം എനിക്ക് വെയിറ്റ് ചെയ്യായിരിക്കും അതുകൊണ്ടായിരിക്കും വിളിക്കാത്തത്, വെയിറ്റ് ചെയ്യായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ സെക്രട്ടറിന്റെ പുറത്തിറങ്ങി വിളിച്ചപ്പോ ഞാൻ ആറ്റിങ്ങ വരെ പോയെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ ഇങ്ങനെ പറയുന്നത് കളിയാക്കാൻ വേണ്ടി പറയും. അതായത് ഞാൻ ആറ്റിങ്ങ വരെ പോകും, ഞാൻ തിരിച്ചു വരും, ഞാൻ ഇപ്പൊ തന്നെ ആറ്റിങ്ങന്ന് എങ്ങനെ തിരിച്ചു വരാൻ? നീ എന്തോ പറയുന്നത്? വണ്ടിക്കകത്തല്ലേ, ഞാൻ ഇപ്പൊ തിരിച്ചു വരും മുകേഷ്. ആറ്റിങ്ങന്ന് ഈ എന്റെ വീട് വരെ വരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. വന്നു നോക്ക് അങ്ങനെ എത്രയ്ക്ക് നിനക്ക് ഒരു വിശ്വാസമുണ്ട്. ഞാൻ എന്തായാലും 7 മണി ഒക്കെ കഴിയും. വാച്ച്മാൻ അതൊക്കെ വാച്ച്മാൻ വരും. അതൊക്കെ നമ്മള് അതെല്ലാം നോക്കി 100 കാര്യങ്ങൾ നോക്കിയല്ലേ ഇതൊക്കെ ചെയ്യുന്നു. എന്താ ചെയ്യുന്നത്? ഇപ്പൊ മണി എത്ര എന്നറിയാം? 4. എനിക്ക് തോന്നുന്നില്ല. ശ്രമിച്ചു നോക്ക്. കേട്ടല്ലോ. ഇതിനകത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതായത് ഈ അശ്വതിയുമായിട്ട് മുകേഷ് എന്ത് ചെയ്യുന്നതാണ് ഈ പറയുന്ന സൊള്ളുന്ന നീ വാ, പിന്നീട് നീ എന്താ വരാത്തത് 3-4 ദിവസം വിളിച്ച ഒരു സംഭവമാണ്. നീ വാ, എന്ത് വരാത്തത്, ഇവിടെ എന്നെ പറ്റിച്ചില്ലേ, ഞാൻ ആഹാരം കഴിക്കാതെ നിന്നെ കാത്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മുകേഷ് എന്തിനു വിളിച്ച്. അതിനകത്ത് ഈ അശ്വതിയുടെ സംസാരം കേട്ടതിന് അശ്വതി ഇതിന് വളരെ തൽപരയാണ് എന്നുള്ളത് അറിയാം. മുകേഷ് അല്ലെങ്കിൽ സ്ത്രീ വിഷയത്തിൽ ഒരു തൽപര കക്ഷിയാണെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ഈ അശ്വതിയും എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന മുകേഷിനെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് കൊടുക്കാം എന്നുള്ള തരത്തിലാണ് അശ്വതി നിൽക്കുന്നത്. അശ്വതി വരാം, ഞാൻ വരാവോ അങ്ങനെയൊന്നും പറയുന്നത് ഇവരുടെ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ ഒരു പൈങ്കിളി പ്രണയം പോലെ അല്ലേ, അതായത് 19, 20, 22 വയസ്സുള്ള പൈങ്കിളി പ്രണയം പോലെ അവർ വിളിക്കുന്ന കാമുകയിരുന്ന് സംസാരിക്കുന്ന രീതിയിൽ. ഇവിടെ ഒന്നും എനിക്ക് പറയാനുള്ളത്, ഇവിടെയൊന്നും മുകേഷ് അവളെ ത്രട്ടൻ ചെയ്യുകയോ അല്ലെങ്കിൽ ബലമായിട്ട് നീ വന്നേ പറ്റോളൂ, ഇല്ലെങ്കിൽ ഞാൻ മറ്റത് ചേർത്ത് മറിച്ചത് ചെയ്തിരുന്നല്ല. ഇവള് അതിന് തൽപര കക്ഷിയാണ്. ഇവള് ഈ പറഞ്ഞ പോലെ എന്താണ്, അവളെ മുകേഷിനെ ഇങ്ങനെ കറക്കി എടുക്കുന്നതായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ മുകേഷിന് നമുക്ക് വലിയ രീതിയിൽ കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് നമ്മള് പരസ്പര പിന്നീട് സമൂഹത്തോടു കൂടിയുള്ള ലൈംഗിക വേഷം നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. മനസ്സിലായി? ഇവള് കൊണ്ട് കൊടുക്കുന്നു, അവൻ എന്ത് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ ഇതിനകത്ത്. ഇനി ഈ അശ്വതി അച്ചു ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അശ്വതി ഏറ്റവും അവസാനം ഈ പറയുന്ന മറുനാടിൽ ഒരു വോയിസ് ഒക്കെ വന്നിട്ടുണ്ട്. അശ്വതി അച്ചി ഒരു പോലീസുകാരനുമായിട്ട്. ഈ അശ്വതി അച്ചി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹണി ട്രാപ്പുകാരിയാണ്. അവളെ ഇങ്ങനെ ആൾക്കാരെ ഇങ്ങനെ എന്ത് ചെയ്യുക, ഈ പറയുന്ന ചാക്കിട്ട് പിടിക്കുക, അതിനുശേഷം അവരെ ഇന്ന് ക്യാഷ് വലിച്ചെടുക്കുക എന്നുള്ളതാണ് ഈ അശ്വതി അച്ചുവിന്റെ ഒരു പ്രധാന അജണ്ട. അത് ഏറ്റവും അവസാനം ഈ പറയുന്ന ഒരു പോലീസ് ഒരു SIയുമായിട്ടുള്ള പ്രശ്നത്തിൽ 3 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞ് ഒരുത്തന്റെ അടുത്ത് ഇവരെ ട്രാപ്പ് ചെയ്യുന്നത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വോയിസ് കോൾ അടക്കം ഈ പറയുന്ന നമ്മുടെ സാജൻസ്കറിയ നമ്മുടെ മറുനാടനിൽ പുറത്തുവിട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. അപ്പൊ എന്തായാലും ഇനി അശ്വതി അച്ചു ആദ്യം ഇതിൽ പുറത്തു വന്ന അശ്വതി അച്ചു എന്ന് അശ്വതി എന്ന് പറയുന്ന ഈ പേര് പുറത്തു വരാനുള്ള കാരണം, അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയാനുള്ള കാരണം കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ഫോൺ കോളിൽ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ട്, നീ വാ, മഴയല്ലേ, നീ എന്നെ അങ്ങനെ പേടിച്ചുകൊണ്ട് നീ ഇത് ആരുടെ പറയില്ലല്ലോ, എന്റെ ജീവിതം പോകില്ലേ എന്നൊക്കെ പറയുന്ന ഒരു വോയിസ് ഉണ്ട്. ആ വോയിസും കൂടി നിങ്ങൾ കേൾക്കുക. അതിനുശേഷം നിങ്ങളുടെ കമന്റുകൾ നിങ്ങൾ ധൈര്യപൂർവ്വം കമന്റ് ചെയ്യും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്. എന്താണ് ഈ നാളെ ഇതുപോലെ തന്നെയായിരിക്കുമോ? അല്ലല്ല, ഞാൻ നാളെ എന്തായാലും ഞാൻ നാളെ രാവിലെ. അല്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പിന്നെ ഇനി എനിക്ക് അങ്ങനെ കബളിപ്പിക്കുന്നത് ഇഷ്ടമല്ല. അതാണ് ഞാൻ പറയുന്നത്. താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ പിന്നെ മഴയായത് കാരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. ദൈവത്തിനാണ് മഴ ആയതുകൊണ്ടാണ് ഞാൻ ഇറങ്ങാൻ. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇവിടുന്ന് ഇറങ്ങിയ സമയത്ത് നല്ല മഴ. ഞാൻ വിചാരിക്കുന്ന തോരട്ടെന്ന് വിചാരിച്ചു ഞാൻ കയറി കിടന്ന് പിന്നെ ഞാനങ്ങ് ഉറങ്ങിപ്പോയി. അത് ഞാൻ പറയുന്നത് താല്പര്യമില്ലെങ്കിൽ ഞാൻ പിന്നെ അങ്ങനെ ശല്യപ്പെടുത്തുകയില്ല. അത് നിനക്ക് അതിൽ വാല്യത്താണ്. അയ്യോ, അതുകൊണ്ടല്ല. ഞാൻ എന്തായാലും നാളെ ഞാൻ വരാം. സത്യമായിട്ട് ഞാൻ വരാം. ഇന്ന് മഴയായത് കാരണമാ. അപ്പൊ നാളെ വരുമെന്നുള്ള ഇരിക്കാലോ. ഞാൻ വരും. നാളെ വരും. പിന്നെ മഴ പെയ്താലോ? മഴ പെയ്യൂല. ഞാൻ നാളെ രാവിലെ ഇറങ്ങാം. എന്തായാലും ഞാൻ രാവിലെ ഇറങ്ങണം. വരാം. പിന്നെ ഉറങ്ങി നിന്ന് പറയരുത്. നമ്മൾ സാക്ഷ്യം കാണിച്ച് സംഭവം
പിന്നെ വേറൊരു കാര്യം, രണ്ടാമത്തെ കാര്യം ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ആ. ഞാനൊന്നും തന്നെ ഇക്കാര്യത്തില് പേടിക്കേണ്ട കാര്യമില്ലല്ലോ. ഇല്ല ഇല്ല, വേണ്ട വേണ്ട, എന്നെ വിശ്വസിക്കും. ലോകത്താരോടും ഈ കാര്യങ്ങൾ പറയില്ലല്ലോ. ഇല്ല ഇല്ല, ഞാൻ പറയൂല. എന്റെ ഞാൻ ആരോടും പറയൂല. ശരി. കാര്യം വിശ്വസിക്കുന്നവര് വഞ്ചിക്കുന്ന പരിപാടി എനിക്കില്ല. ശരി. അങ്ങനെ ഞാൻ വരാം നാളെ രാവിലെ 6 മണിക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഞാൻ ഇന്ന് രാത്രി വിളിക്കണ്ടല്ലോ. വേണ്ട വേണ്ട, ഞാൻ രാവിലെ ഇറങ്ങിക്കോളാം. എത്തിക്കോളാം. നിങ്ങൾക്ക് ഇതൊക്കെ ഇടാനില്ലേ മറ്റേ സംഗതി, എന്തോ പിന്നെ റെയിൻകോട്ടൊക്കെ ഇല്ലേ? റെയിൻകോട്ട് വാങ്ങിക്കണം ഇനി. അത് ശരി, വാങ്ങിച്ചില്ലായിരുന്നോ? ഉണ്ടായിരുന്നു ഒരെണ്ണം, അപ്പൊ അത് ചീത്തയായി പോയി. അപ്പൊ ഇനി ഒരെണ്ണം വാങ്ങിക്കണം. മഴയത്താണെങ്കിലും ഒരു റെയിൻകോട്ട് ഉണ്ടെങ്കിൽ സത്യത്തിൽ അത് ഇട്ട് അങ്ങ് വരാമായിരുന്നല്ലോ. വാങ്ങിക്കണം ഇനി. ഓക്കെ. അപ്പൊ ഞാൻ രാവിലെ ഇറങ്ങാം. ഓക്കെ.